കൊല്ലം കേരളപുരം സ്വദേശി വിപഞ്ചിക ഷാർജയിൽ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ് കൃത്യമായി ഇടപെടുന്നുണ്ടെന്ന് അഭിഭാഷകൻ 24നോട് പറഞ്ഞു. കോൺസുലേറ്റിന്റെ അനുമതിയില്ലാതെ UAE-യിൽ മൃതദേഹം സംസ്കരിക്കരുതെന്ന നിർദ്ദേശമുണ്ട്. വിവരങ്ങൾ പബ്ലിക് പ്രോസിക്യൂഷനെ ധരിപ്പിക്കുമെന്നും അഭിഭാഷകൻ അജി കുര്യാക്കോസ് വ്യക്തമാക്കി. 24 ദുബായ് റിപ്പോർട്ടർ അരുൺ പറട്ട് ഇറാക്കിയ റിപ്പോർട്ട് കാണാം. വിപഞ്ചികയുടെയും മകളുടെയും മരണവുമായി ബന്ധപ്പെട്ട് ഇവിടെ നിയമ നടപടികൾ ഏകോപിപ്പിക്കുന്ന അഡ്വക്കേറ്റ് അജി കുര്യാക്കോസ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. വക്കീൽ, ഇത് എന്താണ് ഇപ്പോഴത്തെ ഇതിനൊരു സ്റ്റാറ്റസ്? ഭർത്താവ് പറയുന്നത് നാട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകാൻ പറ്റില്ല എന്നാണ്. കോൺസുലേറ്റിനെ ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നു. ഇപ്പോൾ കോൺസുലേറ്റ് എന്തെങ്കിലും നമുക്ക് അറിയിച്ചിട്ടുണ്ടോ? എന്താണ് അതിൻ്റെ ഒരു കറണ്ട് സ്റ്റാറ്റസ്? ഇതിനകത്ത് ഭർത്താവിന് ഭാര്യയുടെ മൃതദേഹവുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു ക്ലെയിമും ഇല്ല. അദ്ദേഹത്തിന് അത് വിട്ടുകൊടുക്കാന്നുള്ള രീതിയിലാണ് പറയുന്നത്. പക്ഷേ കൊച്ചിൻ്റെ മൃതദേഹം ഇവിടെ തന്നെ സംസ്കരിക്കണം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം നിൽക്കുന്നത്. പക്ഷേ ഭാര്യ വീട്ടുകാരെ ശക്തമായ എതിർപ്പ് അതിനകത്തുണ്ട്. നമ്മൾ ലെറ്റേഴ്സൊക്കെ അയച്ചിട്ടുണ്ട്, കോൺസുൽ ജനറലിന് അയച്ചിട്ടുണ്ട്, നോർക്കയ്ക്ക് അയച്ചിട്ടുണ്ട്, കേന്ദ്രമന്ത്രിമാർക്കെല്ലാം നമ്മുടെ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കോൺസുലേറ്റ് എടുത്തിരിക്കുന്ന തീരുമാനം അവരുടെ ഒരു അനുമതി ഇല്ലാതെ, കാരണം നമുക്കറിയാം പാസ്പോർട്ട് ക്യാൻസൽ ചെയ്താൽ മാത്രമേ ഇവിടെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ അവരൊരു അനുമതി ഇല്ലാതെ ഈ മൃതദേഹം വിട്ടുകൊടുക്കില്ല എന്നുള്ളതാണ്. അത് ആ വ്യക്തിയെ അറിയിച്ചിട്ടുണ്ട്, ഭർത്താവിനെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടിയുടെ ഫോറൻസിക് റിപ്പോർട്ട് വന്നു കഴിഞ്ഞു. അപ്പം ആ മരണത്തിൻ്റെ കാരണം കൃത്യമായിട്ട് വ്യക്തമായി കഴിഞ്ഞു. ഇനി വൈഫിൻ്റെ, അതായത് ഈ മരണപ്പെട്ട വിപഞ്ചികയുടെ ഫോറൻസിക് റിപ്പോർട്ട് വരണം. അപ്പോൾ അവരുടെ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ ക്ലെയിം പ്രകാരം, സ്വാഭാവികം ഭർത്താവിൻ്റെയും ക്ലെയിം പ്രകാരം കൊച്ചിന് ഇവിടെ കൊടുക്കണം എന്നുള്ളതാണല്ലോ. അപ്പോൾ ഇവിടുത്തെ രണ്ട് ക്രിമറ്റേഴ്സാണ് നമുക്കിവിടെ സാധാരണയായിട്ട് അവൈലബിൾ, ദുബായും അതുപോലെ തന്നെ ഷാർജയും. അപ്പോൾ ദുബായിലും ഷാർജയിലും കോൺസുലേറ്റ് വ്യക്തമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, ഞങ്ങളുടെ അനുമതിയില്ലാതെ ക്രിമേറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ അത് തിങ്കളാഴ്ച, ഇപ്പം 3 ദിവസം അവധിയായിരുന്നു, തിങ്കളാഴ്ച കോടതിയിലൊരു തീരുമാനം ഉണ്ടാകും. അപ്പോൾ അവർ കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഭർത്താവ്, കൊച്ചിൻ്റെ മൃതദേഹം ഇവിടെ വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോഴത്തെ പ്രസൻറ്റ് സ്റ്റാറ്റസ്. അപ്പോൾ ഒരു വിഭാഗം നാട്ടിലേക്ക് കൊണ്ടുപോകണമെന്നും മറ്റു വിഭാഗം ഇവിടെ തന്നെ വേണമെന്നും പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ കോടതി ഒരു ഉചിതമായ തീരുമാനം എടുക്കണം. ഒപ്പം തന്നെ കോൺസുലേറ്റ് പാസ്പോർട്ട് ക്യാൻസൽ ചെയ്യാതെ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ കോൺസുലേറ്റ് വ്യക്തമായ ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്, ഇവിടെ ചെയ്യേണ്ട എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അത് ബാക്കി വരും ദിവസങ്ങളിൽ കുറച്ച് ദിവസം കൂടി എടുക്കും അതിന് ബാക്കിയുള്ള തീരുമാനങ്ങൾ വരാൻ വേണ്ടി. 2-3 ദിവസം ഫോറൻസിക് റിപ്പോർട്ട് വന്നിട്ടില്ല. ഈ ഭർത്താവിനെതിരെ എന്തെങ്കിലും നിയമ നടപടികൾ ഇവിടെ പുരോഗമിക്കുന്നുണ്ടോ? എന്താണ് പോലീസ് അന്വേഷണത്തിൻ്റെ സ്റ്റാറ്റസ്? എന്താണ് അത് പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? പോലീസ് ഇപ്പോൾ അദ്ദേഹത്തിന് ട്രാവൽ ബാൻ ചെയ്തിരിക്കുകയാണല്ലോ. ട്രാവൽ ബാൻ ചെയ്യുന്നത് അതൊരു നോർമൽ പ്രൊസീജിയറാണ്. അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞിട്ട് മാത്രമേ ഈ മരണകാരണം അറിയുള്ളൂ. ഇത് സ്വന്തമായിട്ട് ചെയ്യുന്നതാണല്ലോ, ആത്മഹത്യ സ്വയമായിട്ട് ചെയ്തതാണോ അതോ മറ്റൊരാൾ വന്നിട്ട് കൊലപാതകം നടത്തിയതാണോ എന്നുള്ള ഇൻവെസ്റ്റിഗേഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ പ്രകാരം ആത്മഹത്യ എന്നുള്ളതാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ഇനി ഫോറൻസിക് റിപ്പോർട്ട് നാളെ മറ്റന്നാൾ വരുമ്പോൾ അത് എന്താണെന്നുള്ളത് കൃത്യമായിട്ടുള്ള കുഞ്ഞിൻ്റെ ഫോറൻസിക് റിപ്പോർട്ട് വന്നു എന്ന് പറഞ്ഞു. എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് അതിലുള്ളത്? അതിൽ വളരെ ഞെട്ടിക്കുന്ന ഒരു വിവരം തന്നെയാണ്. കാരണം കുഞ്ഞിനെ അതിനകത്ത് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയിട്ട് കെട്ടിത്തൂക്കി എന്നുള്ളതൊക്കെയാണ്. നമുക്കത് കൃത്യമായിട്ട് അറിയാം. നാളെ കിട്ടും, എല്ലാം റിപ്പോർട്ടുകളെല്ലാം തിങ്കളാഴ്ച കിട്ടും. അങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. നാട്ടിലേക്ക് കൊണ്ടുപോകണം എന്നുള്ളത് കോൺസുലേറ്റിനൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല, അത് കോടതി വഴിയേ തീരുമാനം വരുള്ളൂ. കോൺസുലേറ്റിൻ്റെ അനുമതി ഇല്ലാതെ ക്രിമേറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള വെർബലായിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നാളെ തിങ്കളാഴ്ച കോടതിയുടെ തീരുമാനപ്രകാരം കോൺസുലേറ്റ് ആക്ഷൻ എടുക്കും. 99% നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് നാട്ടിലേക്ക് കൊണ്ടുപോകണം എന്നുള്ളതാണ്. കാരണം ഒരു ആളാവശ്യപ്പെടുന്നുണ്ടല്ലോ. പിന്നെ ഇത് മരണപ്പെട്ടതാണ്, കൊച്ചിൻ്റെ അമ്മ മരിച്ചിട്ടുള്ളതാണ്, അപ്പോൾ ഒരുമിച്ച് ക്രിമേറ്റ് ചെയ്യണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. അതിനെ ഒരു അനുഭാവപൂർണ്ണം സ്വീകരിക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് തന്നെയാണ് നമ്മൾ രണ്ട് അപേക്ഷകളാണ് വെച്ചിരിക്കുന്നത്. ഒന്ന്, ഇവിടെ ഇതിനെക്കുറിച്ച് വിശദമായൊരു അന്വേഷണം നടത്തിയിട്ട് ഇവരുടെ അബറ്റ്മെൻറ്റ്, ഈ പ്രേരണ ഉണ്ടെന്നുള്ള കാര്യത്തെക്കുറിച്ചും, മറ്റൊന്ന് ഒരു ഇത് കിട്ടിയിട്ടുണ്ട്, നമുക്ക് ആത്മഹത്യ കുറിപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തണം. മറ്റത് കൊച്ചിനെ നാട്ടിലേക്ക് കൊണ്ടുപോകണം, കൊച്ചിൻ്റെ ബോഡി നാട്ടിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള 2 അപേക്ഷകളാണ് കുടുംബം ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതാണ് നമ്മൾ കേന്ദ്രമന്ത്രിമാരുടെ ലെവലിൽ തന്നെ എല്ലാ തരത്തിലുള്ള അപേക്ഷകളും പോയിട്ടുണ്ട്. കൊല്ലം MP പ്രേമേന്ദ്രൻ സാറ് വിശദമായിട്ട് ഇടപെട്ടിട്ടുണ്ട് ഇതിനകത്ത്. അതൊക്കെയാണ് ഇപ്പോഴത്തെ പ്രസൻറ്റ് സ്റ്റാറ്റസ്. ഈ പ്രേരണാ കുറ്റത്തിൽ തുടർ നടപടികൾ എന്തെങ്കിലും ഇവിടെ എടുക്കാൻ സാധിക്കുമോ? നിയമം ഇവിടെ അനുവദിക്കുന്നുണ്ടോ അതിന്? ഇവിടുത്തെ ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ പ്രേരണാ കുറ്റം കൊണ്ട് ഒരാൾ ആത്മഹത്യ ചെയ്തു പോയി എന്നുള്ളത്, ഈ ആത്മഹത്യ തന്നെ ഇവിടെ നമുക്കറിയാം ഈ UAE-നെ സംബന്ധിച്ച് ഇവിടുത്തെ നിയമപ്രകാരം ആത്മഹത്യ അംഗീകരിക്കുന്നില്ല. പിന്നെ അതിനൊരു പ്രേരണാ കുറ്റം, അതൊക്കെ അത്രയും വ്യക്തമായ തെളിവുകളൊക്കെ ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരു മർദ്ദനം ഉണ്ടാവണം, അതിനൊരു കേസ് ഉണ്ടാവണം. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രൂഫ് നമ്മൾ പോലീസ് പരിശോധിച്ച് വരികയാണ്. അപ്പോൾ നമുക്ക് ഡിജിറ്റൽ തെളിവുകൾ കുറേ കിട്ടിയിട്ടുണ്ട്.
പിന്നെ അവർ ഇന്നലെ നിങ്ങൾ തന്നെ ബ്രേക്ക് ചെയ്ത ഒരു വാർത്ത ഞാൻ കണ്ടു, വേക്കറ്റ് കിട്ടുന്നത് അതിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പോലീസ് ഒരു തീരുമാനം എടുക്കണം. നമ്മളിപ്പോൾ പ്രിജുഡൈസ്ഡ് ആയിട്ട് ഞാനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് നടക്കട്ടെ, വരുന്നുണ്ട്. തിങ്കളാഴ്ചയാണ് അതിൻ്റെ കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ. തീർച്ചയായും എന്തായാലും അന്വേഷണം വലിയ തോതിൽ തന്നെ പുരോഗമിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഷാർജ പോലീസ് ഈ വിഷയത്തിൽ കൃത്യമായി തന്നെ അന്വേഷണം നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ കോൺസുലേറ്റും വിഷയത്തിൽ കൃത്യമായി ഇടപെട്ട് വരികയാണ്. എന്തായാലും ഇനിയിപ്പോൾ ഫോറൻസിക് റിപ്പോർട്ട്, മകളുടെ ഫോറൻസിക് റിപ്പോർട്ട് വന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ വിഭജികയുടെ ഫോറൻസിക് റിപ്പോർട്ട് വരാനുണ്ട്. തിങ്കളാഴ്ചയോട് കൂടി തന്നെ ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദുബായിൽ നിന്നും ശരത് ചെറുകുന്നിനൊപ്പം അരുൺ പാറാട്ട്, 24.